വ്രതശുദ്ധിയുടെ നാളുകൾക്ക് ശേഷം ചെറിയ പെരുന്നാൾ വിപുലമായി ആഘോഷിച്ച് വിശ്വാസികൾ. കോഴിക്കോട് ബീച്ചിൽ നടന്ന സംയുക്ത ഈദ്ഗാഹുകളിൽ 10,000-കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഈദ്ഗാഹിൽ മതപണ്ഡിതർ ലഹരിക്കെതിരെ സന്ദേശം നൽകി. ഒരു മാസത്തെ റംസാൻ വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്. കോഴിക്കോട് ബീച്ചിൽ നടന്ന ഈദ്ഗാഹിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. കോഴിക്കോട് ബീച്ച് പരിസരത്തൊന്നാകെ തക്ബീർ ധ്വനികൾ മുഴങ്ങി. ഈദ്ഗാഹുകളിലും പള്ളികളിലുമായി നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം മതപണ്ഡിതർ ലഹരിക്കെതിരെ സന്ദേശവും നൽകി. പെരുന്നാൾ അടുത്തതോടെ ആരും പട്ടിണി കിടക്കരുതെന്ന ഉദ്ദേശത്തോടെ കഴിഞ്ഞ ദിവസം തന്നെ ഫിക്കർ സക്കാത്ത് വിതരണം ചെയ്തിരുന്നു. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ വലിയ ആഘോഷമാണ്. സ്ഥിരമായിട്ട് വീട്ടിൽ കുറേ ആളുകൾ വരും. അവിടെ വീടിൻ്റെ അടുത്തുള്ള ആളുകളും അന്യമതസ്ഥരായ ആളുകളൊക്കെ കടന്നു വരും. ഇന്നലെ തന്നെ അവർക്കുള്ള പലഹാരങ്ങൾ, ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു 4-5 വീടുകൾ എൻ്റെ വീടിൻ്റെ അടുത്തുണ്ട്. അവർക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഇന്നലെ രാത്രി കൊണ്ടുപോയി കൊടുത്തു. ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവരെ ക്ഷണിച്ചിട്ടുണ്ട്. അവരൊക്കെ വരും. പിന്നെ കുടുംബ വീടുകൾ സന്ദർശിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നാടും നഗരവും പെരുന്നാൾ വൈബിലേക്ക് ഉണർന്നു കഴിഞ്ഞു. പുത്തൻ വസ്ത്രമണിഞ്ഞും കുടുംബ വീടുകളിൽ സന്ദർശനം നടത്തിയും പെരുന്നാൾ നിറവിലാണ് വിശ്വാസികൾ. പെരുന്നാൾ ആഘോഷം എന്ന് പറഞ്ഞാൽ കാലത്ത് ഈദ്ഗാഹിൽ വന്ന് നമസ്കാരത്തിൽ പങ്കെടുത്ത് സൗഹൃദം പങ്കുവെച്ച് തിരിച്ചു പോവുക, ദാനധർമ്മങ്ങൾ കൊടുക്കുക. പിന്നീടുള്ള മുഖ്യമായ കർമ്മം ഫാമിലി വിസിറ്റിംഗ് ആണ്. നമ്മുടെ സുഹൃത്തുക്കളെ കാണുക, കുടുംബത്തിലെ അംഗങ്ങളെ പോയി ക്ഷമാശം സ്വീകരിക്കുക, അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നീടുള്ളത് ഈദ്, നമ്മൾ പറയുന്ന ലഞ്ച്, കുടുംബം ഒന്നായിട്ട് എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക, പിരിയുക. അപ്പോഴും ഇതിലെല്ലാം ദൈവസ്മരണയും പ്രാർത്ഥനയുമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒരുമയുടെയും വെളിച്ചം വീശിയ ചെറിയ പെരുന്നാൾ ആഘോഷത്തിലാണ് നാടും നഗരവും. Wish you a very happy and prosperous Eid al-Fitr to all and each and everybody throughout the world. ജനം, കോഴിക്കോട്.